2025 ഏറ്റവും വിവാദം നേരിട്ട ആൾ ആരാണെന്ന് ചോദിച്ചാൽ അതിന് കണ്ണും പൂട്ടി ഒറ്റ ഉത്തരമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവ്. അദ്ദേഹത്തിന്റെ MLA കുപ്പായം അണിയുന്നതും സത്യപ്രതിജ്ഞയും പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നതുമെല്ലാം വലിയ വലിയ വാർത്തകളായിരുന്നു. പിന്നീട് മാങ്കൂട്ടം ഒന്ന് അനങ്ങിയാലോ തുമ്മിയാലോ വാർത്തകളാക്കാൻ പെടാപ്പാടുപെടുന്നവരെയും കണ്ടു. എന്നാൽ വേട്ടയാടപ്പെട്ടത് മാങ്കൂട്ടമാണെങ്കിലും വേട്ടയാടിയവർ ഇവരൊക്കെയാണ് എന്നാണ് ചില റിപ്പോർട്ടുകൾ വരുന്നത്. ഒന്ന്, റിപ്പോർട്ടർ ചാനലിലെ ആങ്കർ അരുൺകുമാറും. രണ്ട്, ന്യൂസ് മലയാളത്തിലെ ആങ്കർ ലക്ഷ്മി പത്മയും. റിപ്പോർട്ടർ TVയിലെ ഡോക്ടർ അരുൺകുമാറും ന്യൂസ് മലയാളം 24-ലെ ലക്ഷ്മി പത്മയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരം വാർത്തകൾ നൽകി അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാതിരിക്കാൻ CPM-നെ സഹായിക്കാനായിരുന്നു ഈ നീക്കം എന്നാണ്. അതൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിച്ചതോടെ ഈ മാധ്യമ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടം വിഷയത്തെക്കുറിച്ച് മിണ്ടാതായെന്നും ഇത് അവരുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്നും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ന്യൂസ് മലയാളം വിട്ട ലക്ഷ്മി പത്മ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ഉടമസ്ഥതയിലുള്ള ബിഗ് TVയിലേക്ക് മാറുന്നതുവെന്നും ഇതിന്റെ ഭാഗമായി അവർ പ്രതിപക്ഷ നേതാവ് VD സതീശനെയും രമേശ് ചെന്നിത്തലയും പുകഴ്ത്തി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതായിട്ടുള്ള തെളിവുകളും ഉണ്ടായിരുന്നു. രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി തീർന്നു, ഇനി സീറ്റില്ല, MLA ആകില്ല എന്നൊക്കെ എഴുതി തള്ളാൻ റിപ്പോർട്ടർ TV ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ അനുകൂല മാധ്യമങ്ങൾക്കൊക്കെ എന്തെന്നില്ലാത്ത ധൃതിയാണ്. കോൺഗ്രസ് പാർട്ടികൾക്കില്ലാത്ത ആദ്യമാണ് കേരളത്തിലെ ഈ പ്രമുഖ മാധ്യമങ്ങൾ രാഹുലിന്റെ കാര്യത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കാൻ നടത്തുന്ന ഈ രാഷ്ട്രീയ കൊട്ടേഷന്റെ പിന്നാമ്പുറം പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ട് കേരളം കണ്ടത് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയെയും അയാളുടെ കുടുംബത്തെയും വേട്ടയാടുന്ന കാഴ്ചയാണ്. ഒരു ഓഡിയോ ക്ലിപ്പിൽ തുടങ്ങി അത് ലൈംഗിക ആരോപണങ്ങളിലേക്കും ഒടുവിൽ ഗർഭചിത്രം വരെയും എത്തിച്ചു. എന്തിനായിരുന്നു ഈ തത്രപ്പാട്? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പെട്ട് സർക്കാർ വിയർക്കുമ്പോഴാണ് രാഹുലിനെതിരെ ഈ നീക്കം നടന്നത് എന്ന് നാം ഓർത്തിരിക്കണം. ഭരണകൂടത്തിന്റെ വീഴ്ചകൾ മറച്ചുപിടിക്കാൻ ഒരു ഇരയെ മാത്രം ഇട്ടുകൊടുക്കുക എന്ന തന്ത്രം ഇവിടെ കൃത്യമായിട്ട് നടപ്പിലാക്കി. ഈ മാധ്യമ വേട്ടയ്ക്ക് ചുക്കാൻ പിടിച്ചത് മാധ്യമപ്രവർത്തകരായ ഡോക്ടർ അരുൺകുമാറും ലക്ഷ്മി പത്മയുമാണ് എന്ന ആക്ഷേപവും പല കോണിൽ നിന്നും ഇപ്പോൾ ശക്തമായിട്ട് വരികയാണ്. രാഹുലിനെ പീഡകനായിട്ട് ചിത്രീകരിക്കാൻ അരുൺകുമാർ ചാനലിലിരുന്ന് ന്യായീകരണങ്ങൾ വിളമ്പിയപ്പോൾ ലക്ഷ്മി പത്മ സോഷ്യൽ മീഡിയയിലൂടെ വേട്ടയ്ക്ക് നേതൃത്വം നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇവർക്ക് ആ പെൺകുട്ടിയുടെ നീതിയെക്കുറിച്ചുള്ള ആശങ്കകൾ അപ്രത്യക്ഷമായി എന്നതാണ് രസകരമായ കാര്യം. തിരഞ്ഞെടുപ്പ് വരെ മാത്രം നിലനിന്ന ആ ധാർമ്മികത ഇപ്പോൾ എവിടെ പോയി എന്ന ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ലക്ഷ്മി പത്മയുടെ പുതിയ നീക്കങ്ങൾ പരിശോധിച്ചാൽ ഇതിന്റെ പിന്നിലെ കളി വ്യക്തമാകും. ന്യൂസ് മലയാളത്തിൽ നിന്നും രാജിവെച്ച അവർ ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ബിഗ് TVയിലേക്ക് മാറുകയാണ്. ഇതിനായി VD സതീശയും രമേശ് ചെന്നിത്തലയും പുകഴ്ത്തിക്കൊണ്ട് അവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. കുറച്ചു ദിവസം മുൻപ് വരെ ഇതേ നേതാക്കളെ അതിരൂക്ഷമായിട്ട് ആക്ഷേപിച്ച ആളാണ് ഈ ലക്ഷ്മി പത്മ. സ്വന്തം കരിയറിന് വേണ്ടി ഏത് കൊടിയെയും പുകഴ്ത്തുവാനും ആരെയും ഇകഴ്ത്തുവാനും അവർക്ക് മടിയൊന്നുമില്ല എന്ന് ഇതിലൂടെ പകൽ പോലെ വ്യക്തമാവുകയാണ്. നിയമപരമായി നോക്കിയാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മതിയായ തെളിവുകൾ ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പരാതിക്കാരിയായ പെൺകുട്ടി തന്നെ കോടതിയിൽ പറഞ്ഞത് തന്റെ അനുവാദമില്ലാതെയാണ് മാധ്യമങ്ങൾ ശബ്ദരേഖ പുറത്തുവിട്ടത് എന്നാണ്. യഥാർത്ഥത്തിൽ നിയമവിരുദ്ധമായി ശബ്ദരേഖ നൽകിയ മാധ്യമ പ്രവർത്തകർക്കെതിരെയാണ് കേസെടുക്കേണ്ടത്. എന്നാൽ ഇരയുടെ പേരും പറഞ്ഞ് വിലസുന്ന ഇവർക്കെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ പോലും സർക്കാർ ഇന്ന് വരെ തയ്യാറായിട്ടില്ല. ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി കഴിഞ്ഞു എന്ന് റിപ്പോർട്ടർ ചാനൽ വീണ്ടും കൊട്ടി ആഘോഷിക്കുന്നത്. KPCCയോ AICCയോ രാഹുലിനെ മാറ്റുന്നതിനെ കുറിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. എന്നിട്ടും ചാനലുകൾ ഇല്ലാത്ത വാർത്തകൾ പടച്ചുവിടുന്നു. രാഹുലിന്റെ ജനപ്രീതി തിരിച്ചറിഞ്ഞുകൊണ്ട് അഗ്നിശുദ്ധി വരുത്തി മാങ്കൂട്ടത്തിന് തിരിച്ചു വരാമെന്ന് ചാണ്ടിയുമനെ പോലുള്ള യുവ നേതാക്കൾ വരെ പറയുന്നുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ സജീവമാകുന്നതും ജനങ്ങൾ അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർക്കുന്നതും ഈ മാധ്യമപടയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. രാഹുലിനെ രാഷ്ട്രീയത്തിൽ നിന്നും എന്നേക്കുമായിട്ട് പുറത്താക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചാൽ അത് നടക്കില്ല എന്ന് ഉറപ്പാണ്. റേറ്റിംഗിന് വേണ്ടിയും രാഷ്ട്രീയ യജമാനന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയും ആരെയും വേട്ടയാടുന്ന ഈ രീതിയെ കേരളം തിരിച്ചറിയേണ്ടതുണ്ട്. അവൾക്കൊപ്പമെന്ന് ആവർത്തിച്ച് പറഞ്ഞ് നാടകം കളിച്ചവർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവളെ കൈവിട്ടു. രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ഭാവിയേക്കാൾ ഉപരി ഇവിടുത്തെ മാധ്യമ പ്രവർത്തനത്തിന്റെ അധാർമികതയാണ് ഈ സംഭവത്തിലൂടെ വെളിവാകുന്നത്.